പലർക്കും ഇന്ന് ഹെയർ കെയർ ഒന്നും ചെയ്യാൻ തീരെ സമയം കിട്ടാറില്ല, പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളാണെങ്കിൽ. അപ്പോൾ അവരൊക്കെ നമ്മൾ വെക്കേഷൻ സമയത്തായിരിക്കും ഹെയർ കെയർ ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഹെയർ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട, ആദ്യ ദിവസം ചെയ്യേണ്ട ഹെയർ പാക്ക് ആണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കി ദിവസങ്ങൾ മറ്റു പാക്കുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ ഒരുപാട് നാളുകളായി ഹെയർ പാക്കുകളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം, നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. സ്പ്ലിറ്റൻസ് കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ടിപ്പാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ആവശ്യം തുളസിയുടെ ഇലയാണ്. നമുക്കറിയാം തുളസിയുടെ ഇല നമ്മുടെ മുടിയിൽ ഒരുപാട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പം നമ്മുടെ മുടിക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചുള്ള തുളസിയുടെ ഇല എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. ഇപ്പം ഞാനിവിടെ 2-3 തണ്ട് ആര്യവേപ്പില എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ മുടിയിൽ ചൊറിച്ചിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പം ഞാനിവിടെ ആര്യവേപ്പും തുളസിയുടെ ഇലയും ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ട്. തുളസിയുടെ ഇല കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവ രണ്ടും കൂടി മിക്സർ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് അരിച്ചു മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് 1 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇത് മെയിനായിട്ട് നമ്മുടെ സ്കാൽപ്പിലാണ് തേച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് ഞാൻ ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഏതൊരു പാക്ക് നമ്മുടെ തലമുടിയിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിച്ച് ഹെയർ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പാക്കിൽ നമ്മൾ ഓയിൽ ചേർത്തിട്ടുള്ള കാരണം നമുക്ക് പ്രത്യേകിച്ച് ഓയിൽ മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമുക്കൊരു പാക്ക് നമ്മുടെ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മെയിനായിട്ട് ഞാൻ സ്കാൽപ്പിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് ബാക്കി വരുന്ന മാത്രം മുടിയിലോട്ട് ഒന്ന് തടവി കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ റൂട്ടിൽ നന്നായിട്ട് തേച്ച് കൊടുത്ത് പിന്നീട് നമുക്കതൊന്ന് മസാജ് ചെയ്തെടുക്കാം. താരൻ്റെ ശല്യമൊക്കെ നമ്മുടെ തലയിൽ ഒരുപാടുള്ള ആളുകളാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം കുളിക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് തേച്ച് പിടിപ്പിച്ച് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നന്നായിട്ട് താരൻ കുറഞ്ഞായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഹെയർ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാക്കാണ് നമ്മൾ ആദ്യ ദിവസം തേച്ച് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു റൂട്ടൊക്കെ നന്നായിട്ട് സ്ട്രോങ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ നല്ല ഹെൽത്തി ആക്കി വെക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു പാക്ക് കൂടിയാണിത്. നമ്മുടെ സ്കാൽപ്പിൽ തേച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോ ഭാഗമായിട്ട് എടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്തിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക. നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇളകിയിട്ട് പോകുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒന്നാണത്. ഹെയർ കെയർ റൂട്ടീൻ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഞാൻ ഒരുപാട് നാളുകളായിട്ട് ഹെയർ കെയർ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ മുടി കൊഴിച്ചിൽ, സ്പ്ലിറ്റൻസ്, മുടി ഒരുപാട് ഡ്രൈ ആയിപ്പോൾ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ടിപ്പുകളൊക്കെ നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീരെ സമയമില്ലാത്ത ആളുകളാണ് ഉലുവ വെള്ളം തേക്കുക, തേയില വെള്ളം ഒഴിച്ചു കൊടുക്കുക. തലേ ദിവസം നമ്മളൊന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം തണുപ്പ് മാറിയതിനു ശേഷം തലയിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെ സിമ്പിളായിട്ടുള്ള ടിപ്പുകളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ നോക്കുക ഓരോ ഭാഗമായിട്ട് എടുത്തിട്ട് ഓരോ തലയിൽ ഓരോ ഭാഗമായിട്ട് നന്നായിട്ട് കൈകൊണ്ട് അമർത്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തലയോട്ടിൽ നിന്ന് ഇളക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി ചെയ്തെടുക്കുന്നത്. തലയിൽ തേച്ച് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. പ്രത്യേകിച്ച് ഷാമ്പു ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡെയിലി ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ ഒരു പാക്ക് സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ തലയിൽ താരനും ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പാക്ക് കൂടിയിട്ടാണിത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ആദ്യമായിട്ട്, അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷം ചെയ്യുന്ന ആളുകളാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് അതിനേതായ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനലൊന്ന് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്